പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്ത വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. ഹല്ലേലൂയാ. ആമേൻ പറഞ്ഞ് അതുകൂടെ ക്ലെയിം ചെയ്ത് സ്വീകരിച്ചാൽ അങ്ങനെ തന്നെ സംഭവിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അഭിഷേകാന്ത ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് പ്രത്യേകമായ ഓരോ കൃപാവരങ്ങൾ തരുന്നുണ്ട്. വലിയ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാത്തിനും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം, വട്ടാലിസിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതേപോലെ കാലാകാലങ്ങളിൽ ഇതിന് ശുശ്രൂഷ ചെയ്ത് എല്ലാവരും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. അഭിഷേകാന്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ശനിയാഴ്ചകളും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ 5 മണിക്ക് തള്ള ചെറിയ വാട്സപ്പ് ടോക്കിൽ ഒരു സാക്ഷ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ചേച്ചി കർത്താവ് അത്ഭുതകരമായ ഒരു സൗഖ്യം കൊടുത്ത് ഡോക്ടറാണ്, ഡൽഹിയിലുള്ള ഒരു ഡോക്ടറുടെ സാക്ഷിയാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഡോക്ടർ പറയും എല്ലാ ശനിയാഴ്ചയും ഞാൻ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി അഭിഷേകത്തെ കണ്ട് പ്രാർത്ഥിക്കും. ഞാൻ പറ്റുകയാണെങ്കിൽ സാക്ഷി എപ്പോഴെങ്കിലും ഒന്ന് വായിക്കാം. ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പ് ടോക്കിൽ കേട്ടിട്ടുണ്ടാവും, എങ്കിലും ഒരുമിച്ച് പറയാം ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അച്ഛന്മാരുടെയും സിഹിയോൻ്റെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിലപ്പോൾ യാതൊരു ബോധ്യമില്ല. അതായത് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ തൃത്വം വസിക്കുന്നുണ്ട്. 2 തിമോത്തി 1:6 വചനം ഇങ്ങനെയാണ്: എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം നീ വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. തിമോത്തിയോട് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം, പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തണം, പരിശുദ്ധാത്മാവിനെ എപ്പോഴും നല്ലൊരു ബന്ധം പുലർത്തണം. ഇൻസീന ജോസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ആത്മാവിൻ്റെ ആത്മാവേ എന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പ്രിയമുള്ള സഹോദരൻ, ഓരോരുത്തരും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നുണ്ട്. പലപ്പോഴും പരിശുദ്ധാത്മാവ് മൈൻഡ് ചെയ്യാറില്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കാറില്ല, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാറില്ല. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മൾ സംബോധിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ അടച്ച് കരങ്ങൾ തുറന്നു പിടിച്ച് ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയാണ്. ഉള്ളിൽ വസിക്കുന്ന ആത്മാവുമായിട്ട് ആത്മാവിനെ സ്നേഹിക്കുകയാണ്. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, പരിശുദ്ധനേ, അമർത്യനേ, പരിപാലകനേ, സർവശക്തനേ, ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെ ആയവനേ, ആരാധന ആരാധന. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെ ആയവനേ, ആരാധന ആരാധന. 2 കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ചേർന്ന് പാടി ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന, ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന, ദൈവാത്മാവിനെന്നും ആരാധന ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ റൂഹ,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വിശുദ്ധി ജീവിക്കാൻ, ശുദ്ധത കാക്കാൻ, കൂടുതൽ വിശുദ്ധീകരിക്കാൻ എല്ലാം നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. നമ്മൾ നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിനെ സംസാരിക്കണം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കണം. ഓരോ ദിവസവും വിശുദ്ധീകരിക്കപ്പെടണം. ഓരോ സെക്കൻഡിലും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പുറമേ നിന്ന് നല്ല പരിശുദ്ധാത്മാവ് വരുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുകയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കാണുകയാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. സ്നേഹിച്ച് എന്നിൽ നിറയുന്നവനെ, എന്നിൽ വസിക്കുന്നവനെ, എന്നെ കാക്കുന്നവനെ ആരാധന. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. എന്നിൽ ശുദ്ധിയായി ശക്തിയായി അഭിഷേകമായി വരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാം കൃപയും നീ തരണേ. ശുദ്ധത കാത്തൊരു വിശുദ്ധനാകാം കൃപയും നീ തരണേ. കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ദൈവാരൂപിയേ അങ്ങേക്ക് ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. ആരാധന. കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവേ, എന്നെ വഴി നടത്തണം. എനിക്ക് വഴി പറഞ്ഞു തരണം. സത്യത്തിലേക്ക് നയിക്കണം. കർത്താവ് ജ്ഞാനം കൊണ്ട് നിറയ്ക്കണം. ദൈവമയോ ദൈവഭക്തി വിശ്വാസം എല്ലാം തരണം. ദൈവമേ, ഒരു സന്തത സഹചാരിയായി കോൺസ്റ്റന്റ് കമ്പാനിയൻഷിപ്പ്. ആത്മാവേ, മനസാക്ഷിയിൽ മുറങ്ങുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഒരുപാട് തവണ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്, നിർവീര്യമാക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവെ ക്ഷമിക്കണം, പരിശുദ്ധാത്മാവെ ക്ഷമിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. എന്നെ നയിക്കുന്നവനെ, എന്നെ ഭരിക്കുന്നവനെ, എൻ കൂടെ ഇരിക്കുന്നവനെ ആരാധന. എന്നെ നയിക്കുന്നവനെ, എന്നെ ഭരിക്കുന്നവനെ, എൻ കൂടെ ഇരിക്കുന്നവനെ ആരാധന. എന്നിൽ സ്നേഹമായി ദൈവഭക്തിയ ചൈതന്യമായി വരണേ. എന്നിൽ സ്നേഹമായി ദൈവഭക്തിയ ചൈതന്യമായി വരണേ. കത്തി ജ്വലിച്ചൊരു സാക്ഷിയാകാം അഗ്നി പകർന്നിടണേ. കത്തി ജ്വലിച്ചൊരു സാക്ഷിയാകാം അഗ്നി കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ആരാധന. ആരാധന 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 പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന ആരാധന. ഹല 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 ഹലളി 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 ഹലളി. അതിനെ നന്നായി തുറക്കട്ടെ, മനസ്സ് നന്നായി തുറക്കട്ടെ, സ്വരം നന്നായി ഉയരട്ടെ. നന്നായിട്ട് സ്തുതിക്കുകയാണ്. ഓരോരുത്തരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉച്ചരിക്കുന്ന സമയമാണ്. കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ആ തീ ഇനി കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, ഓ കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന് ശക്തി കത്തി ജ്വലിക്കട്ടെ കർത്താവ്. ആത്മാവിന് ശക്തി കത്തി ജ്വലിക്കട്ടെ കർത്താവ്. അപ്പൊ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ കർത്താവ്, ശക്തി നിറയട്ടെ കർത്താവ്, വചനം നിറയട്ടെ കർത്താവ്, ദൈവസ്നേഹം നിറയട്ടെ, വിശ്വാസം നിറയട്ടെ, ആനന്ദം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, എളിമ നിറയട്ടെ, ആത്മസമയം നിറയട്ടെ, ആത്മനിയന്ത്രണം നിറയട്ടെ, വിശ്വസ്തത നിറയട്ടെ, വിനയം നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, സ്ഥിരത നിറയട്ടെ, ജ്ഞാനം നിറയട്ടെ, ബുദ്ധി, ആലോചന, അറിവ് എല്ലാം നിറയട്ടെ. ജ്ഞാനത്തിന്റെ വരം, അറിവിന്റെ വരം, ഭാഷാപരം, വ്യാഖ്യാനപരം, അത്ഭുത പ്രവർത്തനപരം, പ്രവചനപരം, യോഗശാന്തിപരം, വിശ്വാസത്തിന്റെ വരം, ആത്മാക്കളെ വിവേചിച്ച് അറിയാനുള്ള എല്ലാ വരങ്ങളും നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. പ്രാർത്ഥനാ വരങ്ങൾ നിറയട്ടെ, പ്രാർത്ഥനാ വരങ്ങൾ ലഭിക്കട്ടെ, അതെല്ലാം ഉച്ചരിക്കട്ടെ. എല്ലാം പരിശുദ്ധാത്മാവിൻ്റെതാണ്. ചോദിക്കുക മാത്രം ചെയ്യുക, ചോദിക്കുക മാത്രം ചെയ്യുക. അളന്നല്ല കൊടുക്കുന്നത്. എഫേസോസ് 3:20 അളവ് കൂടാതെയാണ് കൊടുക്കുന്നത്, അളവ് കൂടാതെയാണ് കൊടുക്കുന്നത്. ദാഹിച്ചാൽ മതി, ചോദിച്ചാൽ മതി, അളവ് കൂടാതെ കൊടുക്കാം. ആത്മാവിന്റെ അഭിഷേകങ്ങൾ ഉച്ചരിക്കട്ടെ,
നിന്റെ ഉള്ളിൽ തന്നെ ധീരതകൾ പൊട്ടി പുറപ്പെടും. ഹൃദയത്തിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകും. വലിയ കൃപയുടെ അഭിഷേകം ജ്വലിക്കട്ടെ. മനസ്സിന് നല്ല ധൈര്യം ഉണ്ടാകട്ടെ. ശാന്തതയും സമാധാന സ്വസ്ഥത ഉണ്ടാകട്ടെ. ദൈവമേ, നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ കൃപ നൽകണമേ. നല്ലൊരു സമർപ്പണ ജീവൻ നയിക്കാൻ കൃപ നൽകണമേ. ദൈവമേ, മക്കളെ നന്നായി നോക്കി വളർത്താൻ കൃപ നൽകണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വരങ്ങൾ നിറയട്ടെ കർത്താവേ. വചനം പഠിക്കാനുള്ള കൃപ നിറയട്ടെ കർത്താവേ. വെളുപ്പിനെ എഴുന്നേക്കാനുള്ള കൃപ ഉജ്ജ്വലിക്കട്ടെ കർത്താവേ. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ചെയ്യുമ്പോൾ കൃപ ലഭിക്കട്ടെ കർത്താവേ. അടുക്കള കുമ്പസാരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ കർത്താവേ. ആരാധന ദൈവമേ, വർഷത്തിൽ പലതവണ ധ്യാനത്തിനൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമേ പരിശുദ്ധാത്മാവേ. ആരാധന മണിക്കൂറുകൾ ആരാധനയ്ക്ക് ഉപരിച്ച കൃപ നിറയട്ടെ കർത്താവേ. ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ, ഇവരെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതെല്ലാം ചെയ്തു കൊടുക്കണമേ. മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ അഭിഷേകാന്നയ്ക്ക് വേണ്ടി ഒരുപാട് കർത്താവ് മനുഷ്യടുത്ത് ഉപവാസങ്ങൾ ഇവിടെ നിന്ന് ഉറക്കണം. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമുക്കും നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്കും നന്മയുണ്ടാകാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ആ തലക്കെട്ട് കേട്ടപ്പോൾ തന്നെ, ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് കേട്ടപ്പോൾ തന്നെ അനേകരുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണല്ലോ എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവും. വാസ്തവത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എന്താ? ഇവരുടെ കാലശേഷം, നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളെല്ലാം നല്ല നിലയിലായിട്ട് തീരണം, നല്ലൊരു ലെവലിലെത്തണം. നമ്മളീ പെടാപ്പാട് പാടുന്നത്, നമ്മളീ കഷ്ടപ്പാട് സഹിക്കുന്നത്, നമ്മൾ ചോര നീരാക്കി അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? മക്കളെ ഒരു കരയ്ക്കെത്തിക്കണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ മക്കൾ ജീവിക്കണം. അത് ആത്മീയ കാര്യത്തിൽ മാത്രമല്ല, ഭൗതിക കാര്യത്തിൽ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ. സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിൽ, വീടിൻ്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും ഒരു ഉയർച്ച വരണം. ഇപ്പോൾ ഒരു 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 കോൺഗ്രിഗേഷൻ ആണെന്ന് കരുതുക. അപ്പോൾ അടുത്ത തലമുറകളുള്ള ഫോർമീസ് അവർ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യണം. അത് ഈശോയുടെ ആഗ്രഹം തന്നെയാണ്, തെറ്റൊന്നുമില്ല. കാരണം ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. അപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് നെക്സ്റ്റ് ജനറേഷൻ, നെക്സ്റ്റ് തലമുറ ഇങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് വേര് പിടിച്ച് കയറി വരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹം വളരെ നല്ലതാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ബേസിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം പൂർത്തിയാക്കിയാലേ ഈ വചനങ്ങളെല്ലാം നിറവേറുള്ളൂ. ഒരുപാട് വചനങ്ങൾ കണ്ടീഷൻഡാണ് അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ വചനം നിങ്ങൾ വസിക്കുകയും, അല്ലേ? ആ വചനം കർത്താവിൽ വസിക്കുകയും കർത്താവിൻ്റെ വചനം നിങ്ങൾ വസിക്കുകയും ചെയ്യുന്ന ഇഷ്ടമുള്ളത് ചോദിച്ചോട്ടെ. യോഹന്നാൻ 15 എല്ലാം കിടക്കുന്നൊരു വചനമാണ്. ഒരു കണ്ടീഷനുണ്ട്. ഇഷ്ടമുള്ള എന്തും ചോദിക്കാം, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ ഇതാണ്, അതായത് കർത്താവിൽ വസിക്കണം, കർത്താവിൻ്റെ വചനം കീപ്പ് ചെയ്യണം. പറയാം ഹല്ലേലൂയ. Hallelujah. നിയമാവർത്തനത്തിൽ 22 ധാരാളം വചനങ്ങളുണ്ട്. അങ്ങനെ ഇന്ന കാര്യങ്ങൾ നീ പാലിച്ചാൽ ഒരു കണ്ടീഷനാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മക്കൾ. അപ്പോൾ ചില കാരണവന്മാർ പറയാറുണ്ട്, എനിക്ക് എന്തായാലും ഒരു 3 തലമുറ 4 തലമുറ മക്കളെ പേരക്കുട്ടികളൊക്കെ കാണാൻ ഭാഗ്യം ലഭിച്ച അച്ഛാന്നൊക്കെ വലിയ സന്തോഷത്തോടെ പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം കണ്ട് അവരുടെ എല്ലാ വിധത്തിലുള്ള സമൃദ്ധി കണ്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ മുൻ തലമുറകൾക്കുണ്ടായിരുന്നതും ഈ തലമുറകളിൽ ഇല്ലാതെ പോകുന്നതുമായ ചില കാര്യങ്ങൾ ദൈവത്തോട് നിക്ഷേപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ജെറമിയ പ്രവചനത്തിൽ 32-ാമത്തെ അധ്യായത്തിൽ 39-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെറമയ ചാപ്റ്റർ 32 വേഴ്സ് 39. അവർക്കും
അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവരെന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്, അവർക്ക് അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്ക് നന്മ വരണം. എല്ലാ മണ്ഡലത്തെ നന്മ, ബിസിനസ്, ജോലി, കൃഷി, അത് ഒരു ഭൗതിക മണ്ഡലം എന്ന് പറയുന്ന എല്ലാ ആത്മീയമാണ്, എല്ലാത്തിലും നന്മ വരണമെന്നതിന് ആദ്യം തന്നെ കർത്താവ് പറയുകയാണ്, അവർക്ക് എന്നോടുള്ള ഒരു ബഹുമാനം, എന്നോടുള്ളൊരു ഭയം, ദൈവഭക്തി അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ കയറി വരുള്ളൂ. അതിനു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു സാധനം തരാം. ആർക്ക്? ഈ മാതാപിതാക്കന്മാർക്ക്, അപ്പനും അമ്മയ്ക്ക് ആദ്യം ഞാനൊരു സാധനം തരാം. എന്താണത്? അതാണ് ബൈബിൾ നിങ്ങൾ സ്ക്രീനിൽ നോക്ക്. ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും. പ്രൈസ് ദ ലോർഡ്. Praise the Lord. മാതാപിതാക്കന്മാർക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഏക മനസ്സ് ഏക മാർഗം. അങ്ങനെ ഏക മനസ്സ് ഏക മാർഗവും ദൈവം തരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, സംഭവിക്കുന്ന കാര്യം എങ്ങനെയാണ്? അടുത്ത തലമുറകൾ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി തുടങ്ങും. തുടർന്നുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടു വളർത്തും. ഹല്ലേലൂയാ. Hallelujah. ഇന്നത്തെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അത് അപ്പൻ കുടുംബത്തിൽ മക്കളെ ഏൽപ്പിച്ചു, പക്ഷെ അവർക്ക് അതിനകത്ത് വേര് പിടിക്കാൻ പറ്റുന്നില്ല, വേര് പിടിച്ച് കയറി വരുന്നില്ല. ഒരുപാട് സ്ഥലമുണ്ട്, കാര്യം മക്കൾക്കത് കൊടുത്തു, പക്ഷെ വേര് പിടിക്കാൻ പറ്റുന്നില്ല, വേര് പിടിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പേര് ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല. പക്ഷെ ദൈവത്തിന് അതിനെന്താ പഠിപ്പിക്കുന്നത്? അവർ വേര് പിടിക്കും. എന്നിട്ട് മാത്രമല്ല, അവർ എന്നിൽ നിന്ന് പിന്തിരിഞ്ഞൊരിക്കലും പോകാതിരുന്നാലേ അവർ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവഭക്തി ഞാൻ അവർ ഹൃദയത്തിൽ നിക്ഷേപിക്കും. എന്തൊക്കെ സംഗതികളാ! നന്മ ചെയ്ത് ഞാൻ പിന്തിരിയുകയല്ല, ഞാൻ സന്തോഷിക്കും. എൻ്റെ സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിതാണ്, നമ്മുടെ വരും തലമുറകൾ മക്കൾ അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ വിവാഹ ഉടമ്പടിയുടെ സമയത്ത് വരെയുണ്ട്. അവർ ഇനി മുതൽ 2 അല്ല 1 ആയിരിക്കും. അവർ ഇനി മുതൽ 2 അല്ല 1 ആയിരിക്കും. ഏക മനസ്സും ഏക മാർഗവും ഉള്ള കുടുംബങ്ങളിലാണ് മക്കളുടെ അടുത്ത തലമുറ അനുഗ്രഹം പ്രാപിച്ച് വരികയുള്ളൂ. അവരാണ് വേര് പിടിച്ച് വരികയുള്ളൂ. അവരുടെ ഹൃദയത്തിലാണ് ദൈവഭക്തി ദൈവം നിക്ഷേപിക്കുന്നത്. അവരിൽ നിന്ന് അവർ ദൈവത്തെ പിന്തിരിയാതിരിക്കാൻ ദൈവത്തോട് ഭയം നിക്ഷേപിക്കുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. ഒരുപക്ഷേ ഇവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ ഒരുപാട് കൈകാര്യം ചെയ്യുന്ന സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാരുണ്ടാകാം, ധ്യാന കേന്ദ്രങ്ങൾ ആത്മീയ സ്പിരിച്വൽ ഷെയറിംഗ് നടത്തുന്നവരുണ്ടാവാം, ഒരുപക്ഷെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാകാം. നിങ്ങൾക്കറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പനും അമ്മയും വേർപെട്ട് ജീവിക്കുന്ന അപ്പനും അമ്മയ്ക്ക് ഒരേ മനസ്സല്ലാത്ത കുടുംബങ്ങളിൽ വളർന്നു വരുന്ന മക്കൾ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ. Hallelujah. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. Hallelujah. എൻ്റെ സഹോദരൻ, നമുക്ക് ഏക മനസ്സ് ഏക മാർഗം അല്ലാത്തടത്ത് ഒരിക്കലും ഉയർച്ച വരാൻ അത്ര എളുപ്പമല്ല. അവിടെ ആ ഒരു ഉയർച്ചയുടെ എല്ലാ തരത്തിലുള്ള വേഗതകളും കുറയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ച് നന്നായിട്ട് ക്ലിയർ ആവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒറിജിനൽ ജന്മനാട് എന്ന് പറയുന്ന പാലായാണ്. അതിനുശേഷം അപ്പൻ്റെ അമ്മയുടെ കാലത്ത് അട്ടപ്പാടിയിൽ തൃത്വമല എന്ന് പറയുന്ന ഇടവകയിൽ അങ്ങനെയാണ് കുടിയേറി പാർത്ത് അവിടെയാണ് താമസം. ആദ്യം കുറച്ച് അപ്പുറത്തായിരുന്നു, അതിനുശേഷം പിന്നെ ഇവിടേക്ക് താമസിച്ചു. അപ്പോൾ ഞാൻ ഓർക്കാണ് തൃത്വമല പള്ളി. ആ തൃത്വമല പള്ളിയിൽ പണ്ട് ഞങ്ങൾക്ക് പെരുന്നാളിന് ഈ കൊടിയേറ്റാനായിട്ട്, അങ്ങനെ അന്നത്തെ കാലത്ത് കൊടിയേറ്റുന്ന കൊടിമരം അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല. അന്ന് കൊടിമരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അയലോക്കത്തെ ആ വീടുകൾ ആരുടെ വീട്ടിലാണ് ഏറ്റവും വലിയ കവുങ്ങുള്ളത് അതായിരിക്കും കൊടിമരം. ഞാൻ ഓർക്കാണ് അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ് ഈ കവുങ്ങ് വെട്ടാൻ വേണ്ടി പോണത്. കവുങ്ങെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകാൻ സാധ്യതയില്ല, എങ്കിൽ പോലും പഴയ കാരണവർക്ക് ഇത് മനസ്സിലാവും.
ഞാൻ ഓർക്കാണ്, അപ്പോൾ ഞാനന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ കൗമുവേട്ടൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനന്ന് കാറ്റഗറിസൺ ടീച്ചറാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേരുന്നത്. അന്ന് ഞാൻ ഓർക്കാണ്, ഈ തോരണമൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ഇങ്ങനെ തോരണങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൗമുവേട്ടനെ വേണ്ടി വെട്ടാൻ വേണ്ടി ഒരു 10-25 കുട്ടികൾ പോയി. അങ്ങനെ 10-25 കുട്ടികൾ പോയി. ആ കുട്ടികൾ 25 പേരും കൂടെ ഒരു തോളിൽ വെക്കണം. ഒരു തോളിൽ കവുങ്ങ് വെച്ച് അവരിങ്ങനെ വരികയാണ്. നീളമുള്ള വലിയ കവുങ്ങുകളാണ്. ആ കവുങ്ങ് ചുമന്നുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട്, ഞാൻ ഇപ്പോൾ കാറ്റഗറിസൺ ടീച്ചറാണ്, അപ്പോൾ കുട്ടികൾക്ക് ചെണ്ടക്ക പൊടിക്കുന്നതും മുളക് പൊടിച്ചതൊക്കെ വികാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ പിള്ളേരെ കണ്ട ഹായ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചു. അപ്പോൾ കുട്ടികൾ ഇതേ ഒരേ തോളിൽ 25 പേര് ഇങ്ങനെ കവുങ്ങ് വെച്ച് വരികയാണ്. അപ്പോൾ കവുങ്ങ് പിടിച്ചിട്ട് വരികയാണ്. ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഒരു പയ്യൻ്റെ കാല് നിലത്ത് മുട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ അവന് പൊക്കോറുണ്ടായിട്ടല്ല, അവൻ ആ കവുങ്ങിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്ക്, ഈ കവുങ്ങ് ഇവിടെ എന്തായാലും ഒരു 1/4 മണിക്കൂർ മുമ്പ് എത്തേണ്ടതാണ്. ഇവൻ ഒരുത്തൻ തൂങ്ങിക്കിടന്നില്ലായിരുന്നെങ്കിൽ. ശരിയല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ തലമുറകളെയും വളർച്ചയുടെ വേഗത കുറയും ഏക മനസ്സ് ഏക മാർഗം അല്ലെങ്കിൽ. നമ്മൾ മനസ്സുകൊണ്ടൊരു ഐക്യമില്ലാതെ ഭിന്നതയില്ലാതെ കുറച്ച് ദിവസം മാറിയിരുന്ന്, കുറച്ച് ദിവസം മിണ്ടാതിരുന്ന്, 2 മുറിയിലായി കിടപ്പ്, മിണ്ടാട്ടമില്ല, ഭക്ഷണത്തിന് സമയത്ത് അത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ കുടുംബത്തിന്റെ തലമുറയുടെ വളർച്ചയുടെ വേഗതയാണ് കുറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ശരിക്കും പറഞ്ഞ ഈ കവുങ്ങിന് ഇത്ര വെയിറ്റ് ഉണ്ടോ? ഇല്ല. ആ കവുങ്ങിന് എത്ര? ഇവന്റെ 10-45 കിലോ അവന് അതേ തൂക്കണം. ആ തൂക്കം കൂടെ മറ്റുള്ളവർ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൽ ഒരാൾ ഒരു മിണ്ടാട്ടമില്ലാതെ ഒരു ഭാരപ്പെട്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താ? അവരുടെ മനസ്സിൽ എന്തൊരു ഭാരമാണത്. എത്രയോ ജീവിത പങ്കാളി പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ തലമുറയ്ക്ക് നന്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ നിനക്കൊരു സാധനം തരാം. അത് ചോദിക്കുന്നുണ്ടോ? മുട്ടുകൊത്തി കൈവിരിച്ച്, കർത്താവേ, കുടുംബജീവിതം തുടങ്ങുന്ന സമയത്ത് കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത്, അല്ല കല്യാണം കഴിഞ്ഞ നാളുകളിൽ മുട്ടുകൊത്തി കൈയൊക്കെ കോർത്ത് പിടിച്ച്, കർത്താവേ, ഞങ്ങൾക്ക് മരിക്കുന്നവരെ വരെ ഏക മനസ്സ് ഏക മാർഗം, ഏക മനസ്സ് ഏക മാർഗം, ഏക മനസ്സ് ഏക മാർഗം മുട്ടുകൊത്തി ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ബാക്കി ആഘോഷങ്ങളെല്ലാം ബെസ്റ്റായിട്ട് നടന്നു, സദ്യയൊക്കെ ബെസ്റ്റായിട്ട് ചെയ്തു, എല്ലാം ബെസ്റ്റ്. ചിന്തിച്ചു നോക്കണം സഹോദരങ്ങളെ. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി അപ്പസ്തോലന്മാരുടെ കാര്യം ചിന്തിച്ചു നോക്ക്. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ അപ്പസ്തോലന്മാർക്ക് വേണ്ടി ചങ്ക് പൊട്ടിയൊരു കാര്യം പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ ഈശോ എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവമേ, ഇവർക്കെല്ലാം ഒരു ഏക മനസ്സുണ്ടാകാൻ, ഇവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്ക് വേണമെങ്കിൽ അപ്പസ്തോലന്മാർക്ക് വേണ്ടി എന്തുമാത്രം കാര്യങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഈശോ അതൊന്നും പ്രാർത്ഥിച്ചില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, രൂപതയാണെങ്കിലും കോൺഗ്രിഗേഷൻ ആണെങ്കിലും വൈദികനാണെങ്കിലും സിസ്റ്ററാണെങ്കിലും ഏത് ജീവനാഥിസപ്പെട്ട വ്യക്തിയാണെങ്കിലും ധ്യാന കേന്ദ്രമാണെങ്കിലും ശരി, ഏക മനസ്സും ഏക മാർഗവും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയുടെ വേഗത കുറയും. ഏക മനസ്സും ഏക മാർഗവും ഇല്ലാത്തടത്ത് തലമുറകളിലേക്ക് കൃപ കൈമാറ്റം ചെയ്യപ്പെടുകയല്ല. ഒരു സമയം കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കും. കണ്ണ് തുറന്ന് ചുറ്റും നോക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിവസം സാധിക്കുവാണെങ്കിൽ ഒരു ജപമാലയൊക്കെ ചൊല്ലി, കർത്താവേ, ജീവിത പങ്കാളി, മാതാപിതാക്കന്മാര്, മക്കള് ഏക മനസ്സ് ഏക മാർഗമാകാൻ വേണ്ടി ഒരു കൊന്ത ചെല്ലാൻ, അല്ലേ? ഒരു കോൺവെന്റ് ആണെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ സിസ്റ്റർമാർക്ക് വേണ്ടിയും, അല്ലെങ്കിൽ ഒരു കൊവേന്തി ആണെങ്കിൽ അവിടെയുള്ള എല്ലാ അച്ഛന്മാർക്ക് വേണ്ടിയും, ഒരു ധ്യാന കേന്ദ്രമാണെങ്കിൽ സഹ ശുശ്രൂഷകർക്ക് വേണ്ടി. ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടാണ് സഭ അനുദിനം എല്ലാ തരത്തിലും ഉയർച്ച പ്രാപിക്കാൻ എന്താ കാരണം? അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിലെ 46-ാം തിരുവചനം, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കണ്ടുപെട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഒന്ന് കൊർണേലിയസിന്റെ കുടുംബം, വേറൊരു കുടുംബമാണ് ജയിലറെ കളയുന്ന ഒരു സേനാധിപതിയുടെ കുടുംബം. ആ കുടുംബത്തെക്കുറിച്ചൊക്കെ ബൈബിൾ പറഞ്ഞ വിശേഷം എന്താണെന്നറിയോ? അതുപോലെ ആഹ്ലാദം അലതല്ലുന്ന വലിയ കൃപയുടെ കുടുംബങ്ങളായി അവരുടെ തലമുറകൾ അനുഗ്രഹം പ്രാപിച്ചു.
പ്രാപിക്കുകയാണ്. എന്താ കാരണം? ദൈവം അവർക്ക് ഏക മനസ്സ് ഏക മാർഗം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായം ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ സന്തോഷമാണ്. ഉടനെ സ്വർഗം മക്കളിലേക്കും തലമുറകളിലേക്കും നന്മ, സന്തോഷം, ദൈവഭയം, ദൈവഭക്തി എല്ലാം ദൈവം നിക്ഷേപിക്കും. അവരായിരിക്കുന്ന സ്ഥലത്ത് വേരുപിടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനത്തിൽ 1:10 വചനം വെളിപ്പെടുത്തുന്നത്, സഹോദരരെ നിങ്ങൾ എല്ലാവരും സ്വരചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ശ്ലീഹ പറയുകയാണ്. അങ്ങനെ അഭ്യർത്ഥിക്കുന്നൊക്കെ പറയുന്നത് കാരണമുണ്ട്. ഇല്ലെങ്കിൽ ഒരു തലമുറ കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അന്യം നിന്ന് പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ജോലിയാണ്, തിരക്കാണ്, തമ്മിൽ മിണ്ടാൻ സ്നേഹം, തമ്മിൽ മിണ്ടാൻ സമയമില്ല, 100 കാര്യങ്ങൾ, വ്യഗ്രത, അത് ഇത് എന്തെങ്കിലും കാണിക്കുമെന്ന് പറഞ്ഞ് നടന്നാൽ എൻ്റെ സഹോദരങ്ങൾ അടുത്ത തലമുറ കൈവിട്ടു പോവാണ്. അപ്പൊ ഞാൻ ഇന്നോ അനേകം ചെറുപ്പക്കാർ, അനേകം ആൾക്കാരെ കണ്ടുന്നതാ. അവർ പറഞ്ഞൊരു കമന്റാണ്, എന്തിനാ കല്യാണം കഴിക്കണം, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അടിപിടി അടുപ്പിന് എന്തിനാ വിവാഹം? തലമുറ ഇല്ലാതെ പോകുമല്ലേ, സന്തതികൾ ഇല്ലാതെ പോകുമല്ലേ? ചിന്തിച്ചു നോക്കി. അതുകൊണ്ട് അനുദപിക്കണം തോന്നുന്ന മേഖല നമുക്ക് അനുദപിക്കാം, തീരുമാനം എടുക്കേണ്ട മേഖല തീരുമാനം എടുക്കാം. ദൈവത്തോട് ദൈവമേ ഏക മനസ്സ് ഏക കൃപയും തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓർക്കാം. ആദിയിൽ ഭൂമി രൂപരഹിത ശൂന്യവുമായിരുന്നു. വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതമായ ഭൂമിക്ക് ജീവിതത്തിന് രൂപം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. എന്നാൽ റൂഹ വന്നു കഴിഞ്ഞപ്പോൾ, ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപി വന്നപ്പോൾ അവരുടെ ജീവിതങ്ങളെല്ലാം രൂപാന്തരപ്പെടുത്തി. പ്രിയപ്പെട്ട ദൈവപൈതലെ, കഴിഞ്ഞതിനെ ഓർത്ത് നിരാശപ്പെടാനുള്ള ജീവിതമല്ല ക്രിസ്ത്യാനിയുടെ ജീവിതം. ദൈവമേ എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ രൂപാന്തരപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തണം, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ട ഐക്യവും കൃപകളെല്ലാം തരണം. വരുന്ന തലമുറകൾ ഓർക്കണം. ഓരോരുത്തരും ഉള്ളൊരുക്കി പാടി പ്രാർത്ഥിക്കുന്ന ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഐക്യം നൽകണമേ, ഐക്യം നൽകി ഒരിക്കൽ ഞങ്ങളെ വാർത്തെടുക്കണമേ, ഞങ്ങളെ വാർത്തെടു, സ്നേഹം നിറയ്ക്കണമേ, നിൻ സ്നേഹം നിറച്ചു നീ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഐക്യത്തിന്റെ യോജിപ്പിന്റെ ഏക മനസ്സിന്റെ കൃപ നിറയ്ക്കണമേ, കൃപകൾ നിറച്ചു നീ ഉപയോഗിക്കൂ. കാര്യങ്ങൾ ഉയർത്തി വിളിക്കുന്നു. കുടുംബങ്ങളുള്ള പൈശാചിക ബന്ധങ്ങൾ തകരട്ടെ. ഭിന്നതയുടെയും കലഹത്തിന്റെയും കലഹത്തിന്റെയും എല്ലാ തരത്തിലും ഡിവോഴ്സിന്റെയും എല്ലാ അരൂപികളുടെ സ്വാധീനങ്ങളും ബന്ധങ്ങൾ വിട്ടു. ഓ കർത്താവേ, വഴക്ക്, കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ഭിന്നത, വൈരാഗ്യം, നിരാശ, കുറ്റബോധം, ഭയം, കുടുംബങ്ങൾ തകർക്കുന്ന പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു, വിട്ടുപോവുക. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും യോജിപ്പിന്റെയും കൃപകളെയും അഭിഷേകം വ്യാപരിക്കണം. ഐക്യം